ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നെക്സ്റ്റ് ഒരു 1 ഇയർ, ഒരു 2025-2026, ഒരു 10 മുതൽ 12 മാസം വരെ നിങ്ങളുടെ പീരീഡ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ആ വർഷം, ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ചെറിയ ഒരു മോശം സമയമാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചസ് ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രകാരം ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃത്യമായി നോക്കാൻ പോകുന്നത്. ഈ അനാലിസിസ് ഞാൻ തരുന്നത് ക്ലിയർ ഇൻസൈറ്റ്സ് എല്ലാ രാശിക്കാർക്കും, ഓരോരോ രാശിക്കാർക്കും വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, വിവാഹം, കുട്ടികൾ, ഇത് എല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ വർഷം 4 ഗ്രഹങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 4 ഗ്രഹങ്ങളാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ 9 ഗ്രഹങ്ങൾ എടുക്കാം. 9 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശനി, പിന്നെ രാഹു, കേതു. ഈ 4 നക്ഷത്രങ്ങളാണ്, 4 ഗ്രഹങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വർഷത്തിലൊരിക്കൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകും. അതായത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗുരു ഇരിക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്, ഒരു രാശി. ആ രാശിയിൽ നിന്ന് ചലിച്ച് വേറൊരു രാശിയിലേക്ക് പോകും. അതേപോലെ തന്നെ ശനി 2.5 വർഷത്തിലൊരിക്കൽ, രാഹു, കേതു 18 മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റ സമയം. അപ്രോക്സിമേറ്റ്ലിയാണ്. ചില 17.5 ആയിരിക്കാം, 18.5 ആയിരിക്കാം രാഹു, കേതുവിന്. അപ്പോൾ അപ്രോക്സിമേറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനെ വലം വെച്ച് വരാൻ ഗുരു 12 രാശികൾ, അതായത് 12 രാശികളുണ്ടല്ലോ, ഓരോ രാശിയിലും ഓരോ വർഷമാണെങ്കിൽ 12 രാശിയിൽ ചുറ്റി വരാൻ 12 വർഷം എടുക്കും, അല്ലേ? അപ്പോൾ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴവട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ശനി നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം എടുക്കും. ഈ 2.5 വർഷം വെച്ചിട്ട് ഒരു രാശിയിൽ 30 വർഷം, 12 രാശിയിൽ. ഇപ്പോൾ അതേപോലെ രാഹു, കേതു 1.5 വർഷം വെച്ചിട്ട് ഓരോ രാശിയിൽ നടക്കുമ്പോൾ 18 വർഷത്തിലൊരിക്കൽ രാഹു, കേതു സൂര്യനെ വലം വെച്ച് വരും എന്നാണ് സങ്കല്പം, അല്ലേ? അപ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ഈ സ്ഥാനമാറ്റം, അതായത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനമാറ്റമായി കഴിഞ്ഞു. നമ്മുടെ ഈ വ്യാഴം വളരെയധികം നന്മ കൊണ്ടുവരുന്ന വ്യാഴം 15 മെയ് എന്ന തീയതിക്ക് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രാഹു, കേതു കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടേ മൂവ് ഉള്ളൂ. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചിങ്ങം, കന്നി, തുലാം അല്ലെങ്കിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നും മുന്നോട്ട് പോകുമ്പോൾ കേതുവും രാഹുവും മാത്രം കർക്കിടകം, മിഥുനം എന്ന രീതിയിൽ പുറകിലോട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ രാഹു 19-ാം തീയതി മെയ് എന്ന തീയതിയിൽ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും, കേതു അതേ ദിവസം തന്നെ കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ എന്താണ് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഒരു 5-6 ഏരിയ എടുത്തിട്ട് അതെല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്സിനും അതുപോലെ നിങ്ങളുടെ വളരെയധികം കൂടുതൽ വീഡിയോ ചെയ്യാനും പ്രചോദനമാവുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓരോ രാശിക്കാരുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
കന്നിരാശി. കന്നിരാശിയിലുള്ള നക്ഷത്രങ്ങൾ ഉത്രം, ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, അത്തത്തിന്റെ എല്ലാ പാദങ്ങളും കന്നിരാശിയിൽ തന്നെയാണ്, ചിത്തിരയുടെ 1, 2 പാദങ്ങൾ. നിങ്ങളുടെ പാദങ്ങൾ, നക്ഷത്രം എന്നിവ അറിയാൻ നിങ്ങളുടെ ജനന ജാതകം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് രാശി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കന്നി രാശിക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ്. ശനി നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. 7ാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, നിങ്ങളുടെ ഇത് കളത്ര സ്ഥാനം എന്നാണ് പറയാം. കളത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ, പാർട്ട്ണർഷിപ്പ്, ഇതൊക്കെ കുറിക്കുന്നതാണ് അത്. അതേസമയം ഗുരു നിങ്ങളുടെ 10ാം സ്ഥാനത്ത്, ഉദ്യോഗസ്ഥാനമായ 10ാം സ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചില തർക്കങ്ങൾ, ചില പിണക്കങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടത്ത് നിങ്ങൾ പാർട്ട്നേഴ്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചില ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടി വളരെയധികം നല്ലതാണ്. 2, 6, 4 എന്നിവയിൽ നിങ്ങളുടെ ധനവരവ് നല്ലതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. രാഹു 6ലേക്ക് വരുന്നുണ്ട്. അതായത് ഋണുരോഗസ്ഥാനമാണ് 6 എന്ന് പറയുമ്പോൾ. അതായത് കടം, രോഗം എന്നിവയുടെ കുറിക്കുന്നതാണ് 6ാം സ്ഥാനം. ആ സമയത്ത് രാഹു വരികയാണെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ അടയാനോ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കടം എടുത്ത് നിങ്ങൾക്ക് വീട് പണിയുക, അല്ലെങ്കിൽ വാഹനം മേടിക്കുക തുടങ്ങിയ, അതായത് ലോൺ എടുത്ത് മേടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സാധ്യതയുണ്ട്. കേതു 12ലേക്ക് മറഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ സ്വന്തം രാശിയിലായിരുന്നു കേതു, അതിപ്പോൾ 12ലേക്ക് മറഞ്ഞു പോവുകയാണ്. അതും നല്ലതാണ്. ഒരേ ഒരു ഇത് നോക്കേണ്ടത് നിങ്ങളുടെ ശനി 7ാമത്തെ പൊസിഷനിൽ നിന്ന് മാത്രമാണ്. ശനി 4ലേക്ക് നോക്കുന്നതുകൊണ്ട് അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി അത് നെഗറ്റീവാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വീട് വയ്ക്കാനോ പുതിയ വാഹനം മേടിക്കാനോ ഒക്കെ ആലോചന ഉണ്ടെങ്കിൽ അത് ലോൺ എടുത്ത് ലോൺ നിങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടാവുന്നതാണ്. നിങ്ങളുടെ ഉദ്യോഗസ്ഥാനത്ത് നിങ്ങൾക്ക് ചെറിയ പ്രൊമോഷനോ, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്ന പദവി കുറച്ചുകൂടെ മെച്ചപ്പെടാനും കുറച്ച് റെസ്പെക്റ്റ് കിട്ടാനും ആൾക്കാർ നിങ്ങളെ വന്ന് നിങ്ങളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞ് ബഹുമാനിക്കാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കുറച്ച് സൂക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ തർക്കങ്ങൾ, ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതാണ്. ധനവരവുണ്ട്. ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കുറച്ച് ലൈ ലോ എന്ന് പറയുന്നത് പോലെ കുറച്ച് പത്തി താഴ്ത്തി വെച്ച് മുന്നോട്ട് പോയാൽ വളരെയധികം നല്ലതായിരിക്കും 2025, 2026. ഈ ചാനൽ മൂലം നിങ്ങൾക്ക് നല്ല നല്ല ഭാവി ഫലങ്ങൾ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത്, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തം ജാതകം വെച്ചിട്ട് ഫലങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ ചെന്ന് ജനന ജാതകത്തിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ഒരു മാർഗരേഖ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം.